ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും അവിടുത്തെ ഭരണകക്ഷി മാത്രമല്ല കോൺഗ്രസിലെ 16 എംഎൽഎമാരും ബിജെപിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ സൂചിപ്പിക്കുന്നത്. ഇനി തകരാൻ ഇന്ത്യ മുന്നണി ബാക്കിയുണ്ടോ, കോൺഗ്രസ് ബാക്കിയുണ്ടോ? ഇല്ലെന്നുള്ളത് പരിപൂർണമായും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നടക്കുന്നതും ഈ കഴിഞ്ഞ തവണ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിധിയും ഇപ്പോൾ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർണാടക നാടകങ്ങളും നമ്മളെ ബോധ്യമാക്കുന്നു. എവിടെയൊക്കെ കോൺഗ്രസ്സിന് അല്പമെങ്കിലും വേരുണ്ടെന്ന് നമ്മൾ കരുതിയോ അവിടെയെല്ലാം ആ വേരില്ലാതാക്കുന്ന വിധത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസ് എന്ന് പറയുന്നത് വളരെ പരിമിതമായ ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റയ്ക്ക് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് കർണാടക, മറ്റൊന്ന് ആന്ധ്ര, മറ്റൊന്ന് ഹിമാചൽ പ്രദേശ്. ഇപ്പോൾ അതും പിന്നെ രണ്ടാമത് അവരുടെ പിന്തുണയിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ജാർഖണ്ഡിന് വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ജാർഖണ്ഡിൽ അവർക്ക് കുറച്ച് ശക്തി ഉള്ളതാണ്. അവിടെ 16 എംഎൽഎമാർ, 81-ൽ 16, ഏതാണ്ട് 4-ൽ 1 അടുപ്പിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളം അവർക്ക് ആൾബലമുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് അവർക്ക് ഇപ്പോൾ പരാജയം നേരിടുകയാണ്. അവർക്ക് നേരത്തെ ഈ ജെഎംഎമ്മിൻ്റെ ഇന്ത്യ മുന്നണി വിട്ടുള്ള പോക്ക് തന്നെ ഒഴിവാക്കാമായിരുന്നു. ബീഹാറിൽ അവർക്ക് 12 സീറ്റ് വേണം ഇലക്ഷന് എന്ന് ജെഎംഎം ആവശ്യപ്പെട്ടപ്പോൾ, ഹേമന്ത് സോറൻ ആവശ്യപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ RJD അതിനെ നിഷേധിക്കുകയാണ്, തേജസ്വി അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അതിന് പകരം കോൺഗ്രസ് ഇടപെട്ട് അവരെയും കൂടെ നിർത്തി ഞങ്ങൾക്ക് 60 സീറ്റും വേണം, അവർക്ക് 12-ൽ കൊടുത്തില്ലെങ്കിലും ഒരു 8 സീറ്റെങ്കിലും കൊടുത്ത് അവരെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജാർഖണ്ഡ് ബീഹാർ ബോർഡറിലെ കുറേ സീറ്റുകളെങ്കിലും അവർക്ക് കിട്ടിയേനെ. അപ്പോൾ 202 എന്നുള്ളത് 200-ന് താഴെയെങ്കിലും ആക്കാനായിട്ട് BJPയെ 200-ന് താഴെയെങ്കിലും ആക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു. പക്ഷേ ആ വിധത്തിലുള്ള ഒരു നീക്കവും നടത്തിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് തങ്ങളുടെ സീറ്റ് പിടിക്കുന്നതിന് വേണ്ടി ജാർഖണ്ഡിൽ കോൺഗ്രസിനും RJDക്കും അവിടെയുള്ള CPMLനും എല്ലാം കൃത്യമായ സീറ്റ് നൽകാൻ അവിടുത്തെ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഹേമന്ത് സോറൻ പറഞ്ഞത്. 81 സീറ്റുള്ള ഞങ്ങളുടെ സ്ഥലത്ത് RJDക്ക് 12 സീറ്റ് ഞങ്ങൾ കൊടുത്തു, അതിലാണ് അവർ 4 സീറ്റ് പിടിച്ച് ജയിച്ചത്. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾക്ക് ഇത്രയും അധികം സീറ്റുള്ള 243 സീറ്റുള്ള ബീഹാർ നിയമസഭയിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് 12 സീറ്റ് തന്നുകൂടാ? ഞങ്ങളുടേത് കൊച്ചു സീറ്റാണ്, കൊച്ചു സംസ്ഥാനമാണ്, 81 സീറ്റേ ഉള്ളൂ. ഇവിടെ 243 സീറ്റുണ്ട്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് 12 സീറ്റ് തന്നുകൂടാ? ഞങ്ങൾക്ക് അവിടെയൊക്കെ ആ ട്രൈബൽ ഏരിയയിൽ മുഴുവൻ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾ പോയി സീറ്റ് കളയരുത്, ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞത് സത്യമായിരുന്നു. ഇപ്പോൾ 12 ഇല്ലെങ്കിലും ഒരു 10 സീറ്റോ ഇനി ഏറ്റവും കുറഞ്ഞ ഒരു 8 സീറ്റെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർ തൃപ്തിയായനെ, 8-9 സീറ്റിൽ തൃപ്തിയായനെ എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു നിഗമനം. പക്ഷേ 6-ൽ 1 സീറ്റ് പോലും കൂടുതൽ കൊടുക്കില്ല എന്ന് തേജസ്വി പറഞ്ഞപ്പോൾ, ഇന്ത്യ മുന്നണി വിട്ട് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോഴെങ്കിലും കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ തലവൻ എന്നുള്ള നിലയ്ക്ക് ഇടപെടേണ്ടതായിരുന്നു. രാഹുൽ ഗാന്ധി ഇടപെടേണ്ടതായിരുന്നു, കോൺഗ്രസ് ഇടപെടേണ്ടതായിരുന്നു. അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവരുടെ സീറ്റുകൾ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ അവസരത്തെ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ തഴയുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോലും വരുന്നത്. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് നമുക്ക് കഴിയുന്ന ഒരു സാധനമായിരിക്കാം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് നമുക്ക് തിരിച്ച് വന്ന് ദോഷമായിട്ട് ഭവിക്കും, ബാക്ക് ഫയർ ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ സാറ് തുടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്, കർണാടകയുമായി ബന്ധപ്പെട്ട്, തെലുങ്കാനയുമായി ബന്ധപ്പെട്ട്, ഹിമാചലുമായി ബന്ധപ്പെട്ട്, ഈ ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് എല്ലാ ഇടങ്ങളിലും കോൺഗ്രസിനുള്ളിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കേണ്ട ഹൈക്കമാൻഡ് എവിടെയാണ്? ഹൈക്കമാൻഡ് ലോ കമാൻഡ് ആയി എന്നുള്ളതാണല്ലോ നമ്മൾ കർണാടകയിൽ തന്നെ കണ്ടത്. കർണാടകയിലെ ഇഷ്യൂവിൽ യഥാർത്ഥ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അവരുടെ ACC ജനറൽ സെക്രട്ടറി, ACC പ്രസിഡന്റ് അല്ലേ, മല്ലികാർജുന ഖാർഗെ അല്ലേ. അദ്ദേഹം പറഞ്ഞത് ലെറ്റ് ദം ടോക്ക് ടു ദ ഹൈക്കമാൻഡ്. അപ്പോൾ ആരാണ് ഹൈക്കമാൻഡ്? താൻ ഇരിക്കുന്ന കസേര ഏതാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല, അതിൻ്റെ മുകളിൽ ആരോ ഉണ്ടെന്നുള്ളതാണ്. അപ്പം കോൺഗ്രസിൻ്റെ ഭരണഘടനയ്ക്കും അതീതമായ ഒരു ശക്തി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗമുണ്ട്, അത് പറയാൻ പാടില്ലല്ലോ. അദ്ദേഹം ഇരിക്കുന്ന കസേരയെ മലീമസമാക്കുന്നതാണ് ആ വാചകം. അത് അദ്ദേഹം പറയാൻ പാടില്ല. നമുക്കറിയാമെങ്കിലും അദ്ദേഹം അത് പറയാൻ പാടില്ല. ഞാനത് വേണ്ട രീതിയിൽ മറ്റ് നേതാക്കളുമായിട്ട്
ആലോചിച്ച് തീരുമാനിക്കുമെന്നല്ലേ പറയണ്ടേ. അതിന് പകരം അദ്ദേഹം പറഞ്ഞത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അപ്പോൾ അദ്ദേഹം ലോ കമാൻഡായി മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പട്ടേലിൻ്റെ പുത്രൻ ഫൈസൽ പട്ടേൽ പറഞ്ഞത്. ഈ കോൺഗ്രസിനകത്ത് ഈ കുടുംബം പൂർണ്ണമായും പുറത്തു പോയല്ലാതെ, ഗാന്ധി കുടുംബം പുറത്തു പോയല്ലാതെ ഇത് ഗതി പിടിക്കില്ല എന്നുള്ളത്. അതിൻ്റെ മറ്റൊരു അവസാനത്തെ ഉദാഹരണമാണ് ജാർഖണ്ഡിൽ ഇപ്പോൾ കണ്ടത്. 16 MLA പോയില്ലെങ്കിലും ബാക്കിയുള്ളവർ പോയാലും അത് കോൺഗ്രസ്സിന് ദോഷമായിട്ട് വരും. അവിടെ കുറുമാറ്റ നിയമം പ്രശ്നമാകില്ല, കാരണം അതൊരു ലയനമായിട്ട് വരും. അല്ല, ഈ ഇപ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാകുന്നു. അടുത്ത നിമിഷം തങ്ങളുടെ പാർട്ടിക്ക് അവിടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, മാധ്യമങ്ങൾക്ക് ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാർ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തിന് മാത്രം മനസ്സിലാകുന്നില്ല. കർണാടകയെ സംബന്ധിച്ച് ഈ വലിയ തമ്മിലടി പോകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ JDS BJP സർക്കാർ അധികാരത്തിൽ വരും. പക്ഷെ അത് പരിഹരിക്കാൻ ഈ സമയം ചിലപ്പോൾ ഒരാൾ ഇറങ്ങി ചർച്ച നടത്തിയിരുന്നെങ്കിൽ പരിഹരിക്കാമായിരുന്നല്ലോ. അല്ല, അതാണ് ഇപ്പോൾ ഇന്ത്യ പരക്കെ അറിയപ്പെടുന്ന പട്ടായ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. പട്ടായയിലാണ് ഹൈക്കമാൻഡ്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. അങ്ങനെ സുഖലോലിപനായിട്ട് ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ഇറങ്ങി വരില്ല. ഇറങ്ങി വന്നാൽ ഒരു വരവ് വരും, വെള്ളത്തിൽ ചാടും, ചായക്കടയിൽ കയറി തട്ടുകടയിൽ നിന്ന് കാപ്പി കുടിക്കും, ഒരു സീനൊക്കെ കാണിക്കും, പിന്നെ അങ്ങ് പോകും. പണ്ട് കുംഭാരണൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. കുംഭാരണൻ 6 മാസം ഉറക്കമായിരിക്കുമല്ലോ, അത് കഴിഞ്ഞ് വന്നൊരു ഭയങ്കര പരിപാടി നടത്തിയിട്ട് വീണ്ടും പോയൊരു കിടപ്പാണ്. പിന്നെ എണീക്കാൻ 6 മാസം വേണം. അതിനിടയ്ക്ക് വിളിച്ചാൽ വരില്ല. രാവണൻ തന്നെ മൂക്കിലെ രോമവും മീശയും എല്ലാം ആനയെ കൊണ്ട് വലിപ്പിച്ചിട്ട് പോലും ആശാനൊന്ന് മൂളിയിട്ട് കിടക്കും. ഇറക്കി വിടാൻ വലിയ പാടാണ്. വന്നാൽ ഒരു കളി കളിക്കും, പക്ഷേ വരില്ല. ആ പ്രശ്നത്തിലാണിപ്പോൾ ഹൈക്കമാൻഡ് നിൽക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയാണിപ്പോൾ ജാർഖണ്ഡിൽ വന്നിരിക്കുന്നത്. ജാർഖണ്ഡ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. കാരണം കിഴക്കൻ ഭാഗത്ത് ഇനി ബംഗാൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഇനി നഷ്ടപ്പെടാനുള്ളൂ എന്നുള്ളതാണ്. ജാർഖണ്ഡ് കൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇനി മധ്യ ഇന്ത്യ ഇല്ല. ഏതാണ്ട് വടക്ക് കാശ്മീരും ഹിമാചലും മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഇനി ബംഗാളും ജാർഖണ്ഡും ഉണ്ടായിരുന്നു, ഇനി ബംഗാൾ മാത്രവും ആകുന്ന ലക്ഷണമാണ് കോൺഗ്രസിന് വരാൻ പോകുന്നത്. അല്ല, അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് തന്നെ ഇനി ഒരു പ്രാധാന്യമില്ലല്ലേ ഇന്ത്യ രാഷ്ട്രീയം? അല്ല, ഇന്ത്യ മുന്നണി ഇപ്പോൾ യഥാർത്ഥ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോലെ ആയിരിക്കുന്നു. ഓരോ പ്രദേശങ്ങളായിട്ട് വിഭജിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തർ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ. അപ്പം അതുകൊണ്ടാണ് ഇന്ത്യ എന്നുള്ള പേര് ഇടരുത് എന്ന് പലരും പറഞ്ഞത്. കാരണം ഇന്ത്യ ഇങ്ങനെ ശിഥിലമായി പോകുന്നത് നമുക്ക് തിയറട്ടിക്കലായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വെറും ഒരു ആശയപരമായിട്ടാണെങ്കിൽ പോലും അത് കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന് ഒരിക്കലും പേരിടരുത് എന്ന് പറഞ്ഞത്. ഈ അവസ്ഥയിൽ കൊണ്ട് ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നു. എന്തായാലും പരാജയം സംഭവിക്കും, നേരത്തെ അറിയാവുന്ന കാര്യം. അതെ. അല്ല, അതാണ് ഇപ്പൊ ഇനി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് തമിഴ്നാടും ബംഗാളുമാണ്. ഈ 2 സംസ്ഥാനങ്ങളും BJP വലിയ രീതിയിൽ, കേരളമുണ്ട്. അതെ. അപ്പോൾ അല്ല, ഈ കേരളത്തിൽ കോൺഗ്രസിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 3ാം ഊഴം LDF വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ അവിടെ വോട്ട് പിടിക്കാൻ കെൽപ്പുള്ള, ഭാവിയിലേക്ക് കൂടി കോൺഗ്രസിന് നിലനിൽക്കാൻ സാധ്യതയുള്ള ശിവകുമാറിനെ തഴഞ്ഞാൽ അവിടെയും കോൺഗ്രസ് ഈ 2026 ഘട്ടവും നോക്കി കാത്തിരിക്കുകയാണ്. അതെ, ഒരു നടപടി ഉണ്ടാകുന്ന നോക്കി. അത് അദ്ദേഹത്തിനെ നിരാശപ്പെടുത്തുന്ന ലക്ഷണമാണ് തോന്നുന്നത്. കാരണം സിദ്ധരാമയ്യ വിട്ടുകൊടുക്കില്ല. സിദ്ധരാമയ്യയുടെ കൂടെ ഇപ്പോൾ ആളുണ്ട്, 36 മന്ത്രിമാരുണ്ട്, അവരോട് ചേർന്ന് നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം ആ 135ഓളം വരുന്ന അവരുടെ പാർട്ടിയെ കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. അത് ഇനി മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ്. 10-12 പേരിൽ കവിഞ്ഞ് ശിവകുമാറിൻ്റെ കൂടെ ആളില്ല ആണ് അവസ്ഥ. അവിടെയും കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യ മുന്നണി മുങ്ങുന്ന കപ്പലായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ കപ്പിത്താൻ എടുത്തു ചാടി ഓടുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.